വെൽക്കം ബാക്ക് എവ്രി വൺ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ട്രിസിന്റെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ടോപ്പറാണ് നമ്മുടെ കൂടെ ഉള്ളത് വർഷ. ഓൾ ഇന്ത്യ റാങ്ക് 242 റാങ്ക് നേടിക്കൊണ്ട് ട്രിസ് കെമിസ്ട്രിയില് നമ്മുടെ എല്ലാവരെയും ഭയങ്കര അഭിമാനമായിട്ടുള്ള ഒരാളെ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ വെൽക്കം വർഷ. ഹലോ മാം. എന്താണ് ഈ റാങ്ക് കിട്ടിയപ്പോ തോന്നിയിട്ടുണ്ടായിരുന്നത്? അതായത് ഓൾ ഇന്ത്യ റാങ്ക് 200, 300ന്റെ ഇടയിലൊക്കെ കിട്ടാന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഫസ്റ്റ് എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് റാങ്ക് കിട്ടിയ സമയത്ത്? സത്യം റാങ്ക് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം എക്സാം നല്ല ടഫ് ആയിരുന്നല്ലോ. അപ്പൊ റാങ്ക് അത്ര പ്രതീക്ഷിച്ചൊന്നുമില്ല. 1000 ഒക്കെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ കിട്ടിയപ്പോ സന്തോഷം. വർഷന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം എനിക്ക് മാർക്ക് വന്ന സമയത്ത് വർഷം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്ര മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ അവളെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. ഒരു ജാം ആസ്പിരന്റ് പിന്നെ ഒരു ഫാക്കൽറ്റി ആയി മാറിയ സമയത്ത് ഞാനൊരു ജാം എക്സാം എഴുതി അത് ക്ലിയർ ചെയ്തിട്ടുള്ള ഫീൽ ആയിരുന്നു എനിക്ക് വർഷന്റെ റിസൾട്ട് കിട്ടിയപ്പോ. ഞാൻ പെട്ടെന്ന് കോൾ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് എനിക്ക് പറയാൻ കഴിയും. എന്റെ ഒരു സ്റ്റുഡന്റ് ഇന്ന് IIT മദ്രാസിലോ അല്ലെങ്കിൽ വലിയ IIT-കളിൽ പഠിക്കാൻ പോവുകയാണെന്നുള്ളതില്. അപ്പം അത് ശരിക്കും ഒരു ജീവിതത്തിൽ ഒരു നല്ല മൊമെന്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരുന്നില്ലേ റാങ്ക് വന്ന സമയത്ത്? ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം കിട്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പ്രതീക്ഷിച്ചതേ ഇല്ല. ടഫ് ആയിരുന്നോണ്ട് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. കിട്ടിയപ്പോ പിന്നെ ഹാപ്പി. അപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് വർഷ ഈ ഒരു റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു ജേണിയാണ് കേൾക്കേണ്ടത്. എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? വർഷ ഡിഗ്രി പഠിച്ച സമയത്ത് എവിടെയായിരുന്നു ഡിഗ്രി പഠിച്ചിട്ടുണ്ടായിരുന്നത്? NSS കോളേജ് ഒറ്റപ്പാലം. ഓക്കെ. NSS കോളേജ് ഒറ്റപ്പാലത്ത് നിന്ന് അന്ന് ജാമിനെ കുറിച്ച് ആദ്യം ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ നമ്മൾ BSc കഴിഞ്ഞതിന് ശേഷം സെം എക്സാമുകൾ മാത്രം നോക്കിയ ഒരാളായിട്ട് പിന്നീട് പഠിക്കാൻ തുടങ്ങിയതാണോ? എന്താണ് ആ സ്റ്റോറി? ഇല്ല, ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മളോട് പറയുമായിരുന്നു. മീൻസ് ടീച്ചേഴ്സ് ഒക്കെ പറയും ഇങ്ങനെ എക്സാം ഉണ്ട്, എക്സാം എഴുതണം എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങൾ ആദ്യം നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം തേർഡ് ഇയർ ആയപ്പോഴാണ് എഴുതാ വിചാരിച്ചത്. ഓക്കെ. അപ്പൊ തേർഡ് ഇയറിന് എഴുതിയിട്ടുണ്ടായിരുന്നോ ജാമ്? ഇല്ലില്ല, തേർഡ് ഇയർ എഴുതിയില്ല. റിപ്പീറ്റ് ചെയ്യാ വിചാരിച്ചു. ഓക്കെ. ആദ്യത്തെ പ്രാവശ്യം എഴുതിയിട്ടാണ് ഇപ്പൊ 242 റാങ്കിലേക്ക് എത്തിയത്. ഉം. ആദ്യത്തെ അവസാനത്തെയും എഴുതലാണ് ജാമിന്റേത്. അപ്പം നമ്മള് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പം ജാമിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരും ഉണ്ട്. എന്താണ് ഈ ജാം എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ജാം എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ? JEE-ക്കല്ലേ IIT-ലേക്ക് അഡ്മിഷൻ ഉള്ളൂ? അവിടെ BSc MSc കോഴ്സുകളും ഉണ്ടോ? ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടുകളാണ് ഇതെല്ലാം. അപ്പം ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാള് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ പഠിച്ചു തുടങ്ങിയ സമയത്തും അതിന്റെ ത്രൂ ഔട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 10 മന്തോളം ഉണ്ട് നിങ്ങളുടെ റിപ്പീറ്റർ ജേണി. അതായത് നമ്മളൊരു ജൂൺ മുതൽ നെക്സ്റ്റ് ഫെബ്രുവരി വരെയാണല്ലോ സമയമുള്ളത്. അപ്പൊ ആ ഒരു ത്രൂ ഔട്ട് ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് ക്ലാസ്സസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും. പിന്നെ ഇടയിൽ എത്തിയപ്പോഴാണ് ഓർഗാനിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിലായിരുന്നു കുറച്ച് ടഫായി വന്നത്. പിന്നെ സാറിന്റെ ക്ലാസ്, ഷെരീഫ് സാറിന്റെ ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു. അതിരുന്ന് കുറെ കണ്ടു. അങ്ങനെ ഓർഗാനിക് ഇഷ്ടായി. ബാക്കിയൊക്കെ പിന്നെയും നോക്കി നോക്കി വരണമായിരുന്നു. എല്ലാരും ഞാനും പണ്ട് വിചാരിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു ഓർഗാനിക് ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളൊരു കാര്യം അറിയുന്നത് വരെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം പണ്ട് +2 ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ 10th ഉള്ളപ്പോഴേ കുട്ടികളോട് പറയും, +1 +2 എടുത്തിയാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒരാളുണ്ട് എന്ന്. അതേപോലെ കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് ഓർഗാനിക് കെമിസ്ട്രി. അത് നിങ്ങൾ നടക്കുന്ന കാര്യമല്ല, അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ പ്യുവർലി സാറിന്റെ ക്ലാസ് കേട്ട് വീഡിയോ കാർഡ്സ് വീണ്ടും വീണ്ടും കണ്ട് ഓർഗാനിക്കിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ജാമിന്റെ എക്സാമിനും ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് ഓർഗാനിക്കിന്റെ പാർട്ട് ആണെന്നുള്ളത്. അതെ, ഓർഗാനിക് ആണ് കൂടുതലും ചെയ്തത്. ഓക്കെ. അപ്പൊ ഓർഗാനിക്, ഫിസിക്കൽ, ഇനോർഗാനിക് ഈ പാർട്ടുകളൊക്കെ വീഡിയോ കാർഡ്സ് ആയിട്ട് മാറ്റിയപ്പം അല്ലെങ്കിൽ നോർമൽ നമ്മളെ കോളേജിലുള്ള ക്ലാസ്സുകളും ജാമിന്റെ കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ക്ലാസ്സുകളും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് പഠിക്കുന്നിടത്തുനിന്ന് കൺസെപ്ച്വലി ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളായിരിക്കും വീണ്ടും വീണ്ടും
കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുക. ആ ഒരു ഡിഫറൻസ് ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യം കഷ്ടമായിരുന്നു. ഓർഗാനിക് മീൻസ് ഒന്നും അറിയണ്ടായിരുന്നില്ല. എങ്ങനെയാ ചെയ്യണ്ടേ, എവിടെ അപ്ലൈ ചെയ്യണ്ടേ, അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ് കണ്ട് കണ്ട് മെല്ലെ മെല്ലെയാണ് മനസ്സിലാവാൻ തുടങ്ങിയത്. ഒരു എൻഡൊക്കെ ആവാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവാൻ തുടങ്ങിയത് എവിടെ അപ്ലൈ ചെയ്യണം. ഓൾമോസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്. അപ്പം വർഷേന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പം ബി.എസ്.സി പഠിക്കുന്ന സ്റ്റുഡൻറ്സ് ആണെങ്കിലും ഇനി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സെഷൻ കാണുന്നതായിരിക്കും. അപ്പൊ എന്തായിരിക്കും ഇയാളുടെ ഈ ഒരു 1 ഇയർ ജേർണി കൊണ്ട് അവരോട് പറയാനുള്ളത്? എപ്പ സ്റ്റാർട്ട് ചെയ്യണം? എങ്ങനെയാണ് ജാമ്? എന്താണ് തോന്നിയിട്ടുള്ളത്? സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചും കൂടി നന്നായിരുന്നു പഠിക്കുക. തേർഡ് ഇയർ ആകുമ്പോൾ നമുക്ക് ലാബും ഒക്കെ വരും. കുറെ അതിന് ടൈം സ്പെൻഡ് ചെയ്യാം. സെക്കൻഡ് ഇയറെ തുടങ്ങിയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പ്രോബ്ലംസും ഓക്കെ. ചെയ്തു തരാം. അപ്പൊ സെക്കൻഡ് ഇയറിലെ ഒരു സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തേർഡ് ഇയറിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പോവാണെങ്കിൽ ഐഐടി കിട്ടാൻ സുഖമാണ് എന്നുള്ളതാണ് വർഷേന്റെ ഒരു ഇതിൽ തോന്നുന്നത്. ആണ്. ഭയങ്കര ടഫ് ആയിട്ടുള്ള എക്സാം ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാ എത്തും എന്നുള്ള ഫീൽ ആണോ വന്നിട്ടുള്ളത്? ലാസ്റ്റ് എക്സാം എനിക്ക് ടഫ് ആയിരുന്നു. പക്ഷെ PYQs അതൊക്കെ ചെയ്യുമ്പോൾ ഈസി ആയിരുന്നു. പിന്നെയും പഠിച്ച് പഠിച്ച് വരുമ്പോ കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈസി ആയി തോന്നും. ഓക്കെ. അപ്പൊ വർഷന്റെ ഇങ്ങനെയുള്ള ജേർണീന്റെ ഇടയിൽ എല്ലാരും പറയുന്ന കാര്യമാണ് നമ്മള് ഇപ്പം എൻട്രൻസ് കോച്ചിങ്ങിന് നീറ്റ് ജെഇക്ക് പോവാണെങ്കിലും ഒരു പീരീഡ് കഴിയുമ്പോ നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓ മതിയായി ഇനി ആവില്ല അങ്ങനത്തെ തോന്നല് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ടായിരുന്നോ ആ ജേർണി പോയിട്ടുണ്ടായിരുന്നത്? അല്ലല്ല, ഫാസ്റ്റ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം മെല്ലെ മെല്ലെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരു മിഡൊക്കെ ആയപ്പോഴാണ് കുറച്ചൊന്ന് കുഴപ്പി പറഞ്ഞാൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ കുറെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പിന്നെ അതിൽ അത്ര ശ്രദ്ധയില്ലാതെ ഒരു ഇടയിലൊക്കെ ആയപ്പോ പിന്നെ വീണ്ടും ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് വീണ്ടും ഒന്ന് നന്നായി പഠിക്കാൻ തുടങ്ങിയത്. ട്രാക്കിലേക്ക് വീണ്ടും കേറിയിട്ടുള്ളത്. അപ്പൊ ഉം. ഞാൻ ചോദിക്കുകയാണ് ഡിസംബറിൽ ട്രാക്കിലേക്ക് തിരിച്ചു കേറിയിട്ടില്ലെങ്കിൽ ഇന്ന് ഇവിടെ വർഷം ഇരിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല, ആ അപ്പോഴാണ് റിവിഷൻ ഒക്കെ തുടങ്ങി നല്ലതായത്. ഞാൻ ഇന്ന് കണ്ടൊരു കോട്ടായിരുന്നു. അതായത് തോമസ് ആൽവ എഡിസന്റെ കഥയിൽ ഞാനിങ്ങനെ വായിച്ചു പോയ സമയത്ത് ഒരുപാട് പ്രാവശ്യം എലമെന്റ്സ് മാറ്റി 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 1000-ലധികം പ്രാവശ്യം അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്ക് ബൾബ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള ഒരു സെന്റൻസ് ആയിരുന്നു അന്ന് അദ്ദേഹം അത് ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും ഇപ്പോഴും കാൻഡിൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുക എന്നുള്ളത്. വേറെ ആരെങ്കിലും കണ്ടുപിടിക്കായിരിക്കും എന്നുള്ളൊരു പോയിന്റ് അവിടെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കേസിൽ പറയുമ്പോൾ ആ കാൻഡിൽസ് ആയിട്ട് നമ്മളെ ഇപ്പോഴും ഇരുട്ടിലായിരിക്കും എന്നൊരു സാധനം ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും പകുതിക്ക് നമ്മൾ എത്ര നല്ല ജേണി ആണെങ്കിലും പകുതിക്കലെത്തുമ്പം മതിയായി മടുത്തു എന്നൊക്കെ തോന്നും. അപ്പൊ വർഷേന്റെ ആ ഒരു ഡിസംബറിലേക്കുള്ള തിരിച്ചു വരവാണ് ശരിക്കും പറഞ്ഞാല് ഇന്ന് ഇവിടെ വർഷേനെ എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതെ. റിവിഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അതായത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ റിവിഷൻ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം മാക്സിമം ടഫ് ആയ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യണം. ഈവൻ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് വരെ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയായിരുന്നു ഒരു ക്രൂരതയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തായിരുന്നു? അല്ലെങ്കിൽ വലിയ കുറെ ക്വസ്റ്റ്യൻസ് കണ്ട് ശീലായത് എക്സാമിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? റിവിഷൻ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം കുറെ പഠിക്കാൻ പറ്റിയത് ആ ടൈമിലായിരുന്നു. പ്രോബ്ലംസ് എങ്ങനെയാ ചെയ്യുക, എളുപ്പത്തിൽ എങ്ങനെയാ ചെയ്യുക, അതൊക്കെ കുറെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എക്സാം നല്ല ടഫായിരുന്നു. കാരണം മാർക്ക് കിട്ടണേ ഉണ്ടായിരുന്നില്ല. എത്ര ചെയ്താലും ക്വസ്റ്റ്യൻസ് ചിലതൊന്നും മനസ്സിലാവുന്നില്ല, കിട്ടാതെയൊക്കെ വന്നു. പിന്നെ പിന്നെ അത് ശീലായി. മെല്ലെ മെല്ലെ കിട്ടാൻ തുടങ്ങി. മനസ്സിലായി. കിട്ടിയില്ലെങ്കിലും ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ടഫ് ആയിരിക്കും എന്നാലും അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, മെല്ലെ മെല്ലെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മള് സെം എക്സാമിനാവുമ്പോ നമ്മൾ തിയറി മാത്രം പഠിച്ചു പോയാൽ മതി. പക്ഷെ നമ്മള് കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് വരുമ്പോ എത്രത്തോളം എക്സാം എഴുതി തോൽക്കുന്നോ അത്രത്തോളം പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പം തിയറി മാത്രം പഠിച്ചു പോയ ആളാണോ അതല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണോ ഹെൽപ്ഫുൾ ആവുക? എന്താണ് തോന്നിയിട്ടുള്ളത്? കോൺസെപ്റ്റ് അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് കൂടുതലും പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തത്. കോൺസെപ്റ്റ് ചെറുതായിട്ട് പഠിച്ചിട്ട് കൂടുതൽ ഇരുന്നിരുന്ന് അതിന്റെ
പ്രോബ്ലംസ് ഇരുന്ന് ചെയ്യുക. അതായിരുന്നു കൂടുതലും ചെയ്തത്. ചെക്ക് പോയിന്റ്സും PYQs ഒക്കെ ഇരുന്ന് ചെയ്യും. അതാ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പൊ ഒരു ജാം റിപ്പീറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു ടൈം ടേബിളോടൊക്കെ കൂടി കൃത്യമായി അപ് ടു ഡേറ്റ് ആയിട്ട് പോയ ആളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല. ടൈം ടേബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീഡിയോ കാർഡ്സ് വരുന്നതിന്റെ കൂടെ അങ്ങനെ പഠിച്ച് പോകും. അതിന്റെ കൂടെ ചെക്ക് പോയിന്റ്സും PYQസും ചെയ്യുക, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അത്രയൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ടൈം ടേബിൾ ആയിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കാർഡ്സ് വരുമ്പം ആ ഡെയിലി അതിങ്ങനെ കണ്ട് ഇങ്ങനെ പോവാന്നുള്ളത്. അതെ. അതാ ഓക്കെ. കൂടുതലും ചെയ്യുക. എങ്ങനെയാണ് ട്രിസ്സിലേക്ക് എത്തിയിട്ടുള്ളത്? അതല്ലെങ്കിൽ ഇയാള് പറഞ്ഞു ഞങ്ങള് ഡിഗ്രി പഠിച്ച സമയത്ത് എക്സാം ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, എഴുതിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം MSCക്ക് പോകണോ എന്ന് ഡൗട്ടായി നിൽക്കായിരുന്നു. അതിനുശേഷം എവിടെങ്കിലും MSCക്ക് പോയാലോ എന്ന് ആലോചിച്ചു. പിന്നെയാണ് ജാം എന്നുള്ളതിലേക്കൊക്കെ മാറിയത്. ഒരുപാട് ഡൈവേഴ്സ് ആയ ഫീൽഡിൽ നിന്ന് ഭയങ്കര പർട്ടിക്കുലർ ആയിട്ടുള്ള IIT ജാമിലേക്ക് എത്തിയതും അവിടെ നിന്ന് ട്രിസ്സിലേക്ക് എത്തിയതൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ലാസ്റ്റ് ഇയർ ആയപ്പോ ഇങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ എക്സാം എഴുതണം, അത് നല്ലതാണ്, IIT കിട്ടും, അങ്ങനെ പറഞ്ഞപ്പോ ഒരു നമ്മുടെ എക്സാം ഒക്കെ ആ ടൈമിലാണ് ഞാൻ കൂടുതൽ ഇരുന്ന് ആലോചിച്ചത് എഴുതിയാലോ എന്നൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതണം, അതിനുവേണ്ടി പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഫ്രണ്ടാണ് പിന്നെ ട്രിസ് ഉണ്ട് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ നമ്മുടെ ഓറിയന്റേഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കുറെ ഇരുന്ന് കണ്ടു, മെല്ലെ ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പം ത്രൂ ഔട്ട് ഇപ്പം നമ്മുടെ ക്ലാസ്സുകളാണെങ്കിലും കുഞ്ഞി വീഡിയോ കാർഡ്സ് ആയിട്ടാണുള്ളത്. അതായത് മണിക്കൂറുകളുടെ വലിയ ക്ലാസ്സുകളായിട്ടല്ല. ഓരോ ടോപ്പിക്കുകളും ചെറുതാക്കിയിട്ടുള്ള വീഡിയോ കാർഡ്സും അതിന് ശേഷമുള്ള കുറച്ച് ക്വിസുകളൊക്കെ ആയിട്ടാ ഉള്ളത്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങള് ലോങ് വീഡിയോസ് കാണുന്നതിനേക്കാളും അല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് കണ്ടു തീർക്കാൻ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഫീൽ ചെയ്തിട്ടുള്ളത്? വീഡിയോ കാർഡ്സ് ഡെയിലി ആ ഒരു 5-6 വീഡിയോ കാർഡ്സ് വരും, അതിരുന്ന് കാണും. പിന്നെ അതിന്റെ കൂടെ തന്നെ ക്വിസ് ഉണ്ടായിരുന്നു, ചെറിയ ക്വിസ്. അതും ആ ടോപ്പിക്ക് മനസ്സിലായോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ചെക്ക് പോയിന്റ്സ് ആണെങ്കിലും യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ. അപ്പം കഴിഞ്ഞ വർഷം തേർഡ് ഇയറിൽ IIT ജാമിന് അപ്ലൈ ചെയ്യാത്ത അതേ വർഷമാണ് ഇന്ന് ഒരു 1 ഇയറിന് ശേഷം, 1 ഇയർ ആയിട്ടില്ല, ഒരു 10 മന്തിന് ശേഷം ഒരു IITian എന്നുള്ള ടാഗ് ഉറപ്പിച്ച് ഇവിടെ ഇരിക്കുന്നത്. അപ്പം വീട്ടിലെല്ലാവർക്കും അല്ലെങ്കിൽ ഇയാളെ അറിയുന്ന ആൾക്കാർക്കും സെൽഫ് ആയിട്ടും ആ ഒരു പ്രൗഡ് ഫീലിലാണോ ഇപ്പൊ ഉള്ളത്? അതെ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വർഷയുടെ ത്രൂ ഔട്ട് ഈ ഒരു ജേണിയിൽ വർഷ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിൽ, വർഷ ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം പറയാറുണ്ടായിരുന്നു എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും അടുത്ത വർഷം IITian ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം നിങ്ങൾ തരണം എന്നായിരുന്നു ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. ആ ഒരു അവസരമാണ് ഇന്നിപ്പോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ടൈപ്പ് ഓഫ് വിഷ്വലൈസേഷൻ പോലെ അന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇന്നിതാ നിങ്ങളെ മുന്നിൽ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ട് എനിക്ക് തോന്നുന്നു വർഷ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ പറയുന്ന ആ. ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഒരു സ്റ്റുഡന്റ് IITയിലേക്ക് അഡ്മിഷൻ നേടി ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ 10 മാസം മുന്നേ പറഞ്ഞ കാര്യം ഇന്ന് റിയൽ ആയിട്ട് നമ്മൾ കാണാന്ന് പറയുമ്പം ശരിക്കും അത് നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണ്. എത്ര തന്നെ ആയാലും സ്റ്റുഡൻസ് എത്രത്തോളം ശ്രമിക്കുന്നോ അത് ഒരു സൈഡിലുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക എന്ന് പറയുന്ന കാര്യം രണ്ടാമത്തതുണ്ട്. നമ്മൾ എത്ര പഠിച്ചാലും എക്സാം ഹാളിൽ പോയിട്ട് ടെൻസ്ഡ് ആയാൽ, പ്രത്യേകിച്ച് ഈ എക്സാം നല്ല ടഫ് ആയിരുന്നു. അപ്പം എങ്ങനെയാണ് ടെൻഷൻ മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും ഒക്കെ നമ്മളുടെ എക്സാമില് ചെയ്തിട്ടുള്ളത്? എക്സാം ടൈമിൽ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. കേറണതിന് മുമ്പ് ചെറിയ കിട്ടോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പോയി അറ്റൻഡ് ചെയ്ത് വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ് കുറച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത്. ടഫ് ആയിരുന്നത് കൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ വർഷേന്റെ ഒരു ജൂനിയേഴ്സിനെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വർഷം പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യണം എന്നാണ്. അതേപോലെ ഞാൻ ചോദിക്കുകയാണ്, വർഷം ഇനി ഒരു ജൂനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കാണുകയാണ്, അതല്ലെങ്കിൽ ഇപ്പൊ BSc തേർഡ് ഇയേഴ്സിനെ കാണുകയാണെങ്കിൽ അവരോട് ജാമിനെ പറ്റി എന്താണ് പറയാ? എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? എവിടെ തുടങ്ങണം? നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പുണ്ടോ? എന്തൊക്കെയാണ് ഒരു അച്ചീവർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്? പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ, അങ്ങനെ കിട്ടില്ല എന്നുള്ളൊരു ഇതൊന്നും ഇല്ല. പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് ക്ലാസ്സസ് കാണാം, നോട്ട്സ് എഴുതിയെടുക്കുക, ഷോർട്ട് നോട്ട്സ് കൂടുതൽ എഴുതിയെടുക്കുക. പിന്നെ അതിനുശേഷം PYQs മാക്സിമം ഇരുന്ന് ചെയ്യുക. കൂടുതലും PYQs നോക്കിയാൽ മതി.
ഇടയില് ഡൗട്ട്സ് വന്നാൽ മാത്രം ഈ ഷോർട്ട് നോട്ട്സ് എടുത്തൊന്ന് നോക്കിയിട്ട് കൂടുതലിരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. PYQs ആയാലും ചെക്ക് പോയിന്റ്സ് ആയാലും ഇരുന്ന് പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ടോപ്പർക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ വർഷേനെ ഇവിടെ കണ്ടതിലും ഇങ്ങനെയും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ വർഷ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരു IITian ആയിട്ട് ഞങ്ങളൊരു IITiലൊക്കെ കാണാൻ വരുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് അവിടെ ഉണ്ടാവുന്നതിൽ ഭയങ്കര അഭിമാനമുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇനിയുള്ള ജേണിയും ഇതേപോലെ തന്നെ ടോപ്പർ ആയിട്ട് കൂടുതൽ കൂടുതലും മുന്നേറാൻ കഴിയട്ടെ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇതിൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.